നിങ്ങൾക്കറിയാമോ, കേരളത്തിൽ കുട്ടികളെ വഴക്ക് പറയാൻ അനുവാദമില്ലാത്ത ഒരു ക്ഷേത്രമുണ്ട്. അവിടെ കളിച്ചു നടക്കുന്ന കുരുന്നുകളിൽ ഒരാളായി സാക്ഷാൽ കണ്ണനുമുണ്ടാവുമെന്നാണ് വിശ്വാസം. അമ്മമാർ തങ്ങളുടെ കൈക്കുഞ്ഞുങ്ങളുമായി 16-ാം ദിവസം തന്നെ ഓടിയെത്തുന്ന, ശാസ്ത്രത്തിന് പോലും വിശദീകരിക്കാനാവാത്ത അത്ഭുതങ്ങൾ നടക്കുന്ന മാറൻകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക്. ഐതിഹ്യങ്ങൾ പറയുന്നത്, പൂതനയെ നിഗ്രഹിച്ച ശേഷം ഉണ്ണിക്കണ്ണൻ്റെ ശരീരത്തിലേറ്റ വിഷാംശം നീക്കം ചെയ്യാൻ മഹാവിഷ്ണു അമൃത് വർഷിച്ചു എന്നാണ്. ആ അമൃത് വന്നു പതിച്ചത് ഈ ക്ഷേത്രത്തിലെ കിണറ്റിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ തീർത്ഥം കേവലം ജലമല്ല, അത് സർവ്വരോഗശമനിയായ ഔഷധമാണ്. ബാലാരിഷ്ടതകൾ മാറാൻ ഇവിടെ എത്തുന്ന ഭക്തർ ഒരു പ്രത്യേക ചടങ്ങ് അനുഷ്ഠിക്കുന്നു. കുഞ്ഞുങ്ങളെ ക്ഷേത്രക്കുളത്തിൽ കുളിപ്പിച്ച് ആ നനവോടെ തന്നെ ശ്രീകോവിലിന് മുന്നിൽ ഭഗവാനെ കാണിക്കുന്നു. നനഞ്ഞൊട്ടിയ വസ്ത്രങ്ങളുമായി നിൽക്കുന്ന ആ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഭഗവാന്റെ ഉള്ളിലെ വാത്സല്യം ഉണരുമെന്നും അവരുടെ സങ്കടങ്ങൾ മാറുമെന്നുമാണ് വിശ്വാസം. മറ്റൊരു ക്ഷേത്രത്തിലും കാണാത്ത ഒരു പ്രത്യേകത ഇവിടെയുണ്ട്. സാധാരണ പ്രസവം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് സ്ത്രീകൾ ക്ഷേത്രത്തിൽ കയറാറുള്ളൂ. എന്നാൽ ഇവിടെ 16 ദിവസം കഴിഞ്ഞാൽ അമ്മമാർക്ക് കുഞ്ഞുങ്ങളുമായി വരാം. കൂടാതെ ക്ഷേത്ര പരിസരത്ത് വെച്ച് കുട്ടികളെ വഴക്ക് പറയുന്നതോ അടിക്കുന്നതോ ഭഗവാന് ഒട്ടും ഇഷ്ടമല്ല. കാരണം അവിടെ ഓടി നടക്കുന്ന കുട്ടികൾക്കിടയിൽ ഒളിച്ചു കളിക്കുന്ന ഒരു ഉണ്ണിക്കണ്ണനുണ്ടെന്ന് ഇവിടുത്തെ ഓരോ മണൽത്തരിയും സാക്ഷ്യപ്പെടുത്തുന്നു. പൂജാരി ജപിച്ചു നൽകുന്ന ചരടും പായസവുമാണ് ഇവിടുത്തെ പ്രധാന പ്രസാദം. അത് വാങ്ങി ഭഗവാനെ തൊഴുത് മടങ്ങുന്ന ഏതൊരു മാതാപിതാവിനും ഒരു ഉറപ്പുണ്ട്, തൻ്റെ കുഞ്ഞിനെ ഇനി കണ്ണൻ നോക്കിക്കൊള്ളുമെന്ന്. വിശ്വാസങ്ങൾക്കപ്പുറം മാതൃവാത്സല്യത്തിൻ്റെയും കരുതലിൻ്റെയും പ്രതീകമാണ് മാറൻകുളങ്ങര അമ്പലം. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനായും ഐശ്വര്യത്തിനായും ഒരിക്കലെങ്കിലും ഈ പുണ്യഭൂമിയിൽ പോകാൻ ശ്രമിക്കുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.